ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ അയക്കുന്ന എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങൾ വായിക്കുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും കർത്താവ് ക്രമീകരിച്ചു തരും. ഈ രാത്രിയിൽ ഉറങ്ങാൻ മുൻപ് നമ്മുടെ മനസ്സിനെ ഇന്ന് അസ്വസ്ഥമാക്കിയ, മനസ്സിനെ തളർത്തിയ എല്ലാ സംഭവങ്ങളെയും വിഷമങ്ങളെയും, നാം കരയേണ്ടി വന്ന എല്ലാ അവസ്ഥകളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് വിശ്വാസത്തോടെ നാളത്തെ നിയോഗങ്ങൾ സമർപ്പിച്ച് ദൈവവചനം ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 123 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗത്തിൽ വാഴുന്നവനെ, അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ യജമാനൻ്റെ കയ്യിലേക്കെന്ന പോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കെന്ന പോലെ, ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്നാൽ ഞങ്ങൾ നിന്ദനമേറ്റുമടുത്തു. സുഖാലസ്യരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും സഹിച്ച് ഞങ്ങൾ തളർന്നിരിക്കുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ തളർന്ന ഹൃദയത്തോടെ, നൊമ്പരപ്പെടുന്ന മനസ്സോടുകൂടെ, അസ്വസ്ഥമായ ശരീരത്തോടുകൂടെ, ഭയമേറിയ ഹൃദയത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആകുലതകളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്നോളം വഴി നടത്തിയ അങ്ങ് ഇന്നും ഞങ്ങളെ വഴി നടത്തും, ഇനിയും ഞങ്ങളെ വഴി നടത്തും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്നാൽ കർത്താവേ, ചില സാഹചര്യങ്ങളിൽ, ചില മേഖലയിൽ, ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾ തളർന്നു പോകുന്നു. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ നിന്ദാപൂർവമായ വാക്കുകൾ, പരിഹാസ വാക്കുകൾ, അനാദരവോടുകൂടി സംസാരിക്കുന്നത്, അനാദരവ് കാണിക്കുന്ന സമയം, ഞങ്ങളുടെ ഹൃദയം, മനസ്സ് തളർന്നു പോകുന്ന അവസ്ഥ. കർത്താവേ, ഈ ഒരു അവസ്ഥയിൽ അങ്ങയിൽ ഞങ്ങൾ ആശ്വാസം കണ്ടെത്താൻ അങ്ങയിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തുന്നു. അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ ഉയർത്തണമേ, അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ അങ്ങയുടെ ദൃഷ്ടി ഉറപ്പിച്ച് അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. സെബി മെൽബിൻ എന്ന ഒരു മകനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 കാലിനും തേയ്മാനം വന്ന് ഓപ്പറേഷൻ കൂടാതെ തന്നെ സൗഖ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഈ മകന് കർത്താവേ, അത്ഭുത സൗഖ്യം നൽകി ഇവനെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലത്ത റോസിൻ്റെ സണിലോയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ചൈതന്യം നൽകി ദൈവകൃപയാൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതിന്, ശരിയായ തീരുമാനങ്ങൾ, ശരിയായ കാര്യങ്ങൾ, ശരിയായ ജീവിതം നയിക്കുന്നതിന് വേണ്ടി ആ മകനെ അനുഗ്രഹിക്കണമേ. ജോമോൻ സെബാസ്റ്റ്യനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. കർത്താവേ, ഈ മകനെ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ നൽകി നീ ആശീർവദിക്കണമേ. മധുക്കുട്ടനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലിക്ക് വേണ്ടി ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ തോന്നി ജോലിയില്ലാത്ത എല്ലാവർക്കും ഈ സമയം നല്ല വരുമാനമുള്ള ഒരു ജോലി നൽകി അനുഗ്രഹിക്കണമേ. അമലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3-ാം തീയതി കിഡ്നി സ്റ്റോണിൻ്റെ സർജറി നടക്കുന്ന അമലിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം ഈ മകനെ സൗഖ്യപ്പെടുത്തണമേ. സർജറിയുടെ സമയം കർത്താവേ, നീ തന്നെ ആ മകന് കൂട്ടായിരുന്ന് എല്ലാ അസ്വസ്ഥതയിൽ നിന്നും, വേദനയിൽ നിന്നും, അബദ്ധങ്ങളിൽ നിന്നും ഈ മകനെ രക്ഷിക്കണമേ. സർജറി നടത്തുന്ന ഡോക്ടേഴ്സിനെയും കൂടെയുള്ള നഴ്സസിനെയും പ്രത്യേകം നീ അനുഗ്രഹിക്കണമേ. യാതൊരു ആപത്തും വരാതെ ഈ മകനെ നീ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അഖിലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ഉന്നത വിജയം കൊടുത്ത് ഈ മകനെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, റോസ് മേരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു തീരുമാനമെടുക്കാൻ ഈ മകളെ അനുഗ്രഹിക്കണമേ. ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്തെടുക്കാൻ ഈ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മേഴ്സി ജോർജിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടബാധ്യത മാറാൻ, സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടി
മെഴ്സി ജോർജിനും കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജെസ്സി ആനന്ദിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം കിട്ടുന്നതിനും കടബാധ്യതകൾ മാറി കുടുംബ സമാധാനം ഉണ്ടാകുന്നതിനും വേണ്ടി ജെസ്സി ആനന്ദിനു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷീബ എബ്രഹാമിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനു വേണ്ടി കർത്താവേ, ഈ മകളെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ സമ്പത്തിൻ്റെ ഉറവിടത്തിൽ നിന്ന് ഈ മക്കളെ നീ ആശീർവദിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിൽ നിന്നും മോചനം നൽകി, ഞങ്ങളെ തളർത്തുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും മോചനം നൽകി കർത്താവേ, നിന്റെ കാരുണ്യത്തിൽ വിശ്വാസമർപ്പിച്ച് ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ഞങ്ങളെ ഈ രാത്രിയിൽ കാത്തുകൊള്ളണമേ. തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ. എല്ലാ പ്രലോഭനത്തിൽ നിന്ന് കാത്തുകൊള്ളണമേ. കർത്താവേ, ലോകത്തിൻ്റെ എല്ലാ നശീകരണ ശക്തിയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. യുദ്ധ ഭീഷണിയിൽ നിന്ന് കാത്തുകൊള്ളണമേ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ. കള്ളന്മാരിൽ നിന്നും ദുഷ്ടന്മാരിൽ നിന്നും കൊലപാതകികളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും പൈശാചിക ദുരിതങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ കാത്തുകൊള്ളണമേ. ദുസ്വപ്നങ്ങളിൽ നിന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളത്തെ ഞങ്ങളുടെ നിയോഗം അങ്ങേക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഉറങ്ങാൻ മുൻപ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിന്റെ അനന്തമായ സമാധാനവും സൗഖ്യവും ഇത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്ക് നീ അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രി നല്ലൊരു ഉറക്കം നൽകി അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രഭാതത്തിൽ ആയുസ്സും ആരോഗ്യവും നൽകി ഒരുമിച്ച് നാം ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് വിളിച്ചുണർത്തട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.